اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش الكريم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഇത് നേരം പുലരുമ്പോ ഒരു മനുഷ്യൻ പറഞ്ഞാൽ തന്റെ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്, ആ കുട്ടി പോയ സ്കൂൾ ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാക്ക് തീർത്തു പറയാൻ പറ്റും, എന്റെ കുട്ടി ചൊല്ലിപ്പോയ കുട്ടിയാണ്, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്ന് തീർത്തു പറയാൻ പറ്റും. തന്റെ മക്കളോ താനോ ആരെങ്കിലും ഈ ദിക്ർ നിബിധങ്ങൾ പറഞ്ഞ പോലെ കൽബിലേക്ക് എടുത്തുകൊണ്ടുപോയാൽ ആ യഖീൻ നിബിധങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂ എന്ന് നിങ്ങളുടെ കൽബ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞേക്കാൻ പറ്റും, ഉറപ്പാണ് അപകടം എനിക്കോ എന്റെ കുടുംബത്തിനോ ആവില്ല. എന്റെ ഒരു നാട് മൊത്തം തീപിടിച്ചപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിൽക്കുന്ന ഭാഗത്ത് തീ വന്നു നിന്ന് അണഞ്ഞുപോയിരിക്കുന്നു. കാരണം എന്തേ? ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ വാലിന് എല്ലാവരും പോകുമ്പോ വാലിന് പോകുന്ന വീടുകളിൽ നിന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാര് കാണും. പോയ ചാൻസിൽ ആരുമില്ലല്ലോ, പയ്യം വരുമ്പോ മൊത്തം പോകുന്നെന്ന് വിചാരിക്കാം. കള്ളന്മാര് ആവേശത്തിൽ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് തിരയുണ്ടാവും അല്ലേ? ഇപ്പോഴൊന്നും അടുത്തൊന്നും വരില്ല, മോനെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നിർത്തിയിട്ടില്ല, ദ്വാ തുടങ്ങും നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്റെ വീട് തൊടാൻ അവർക്ക് കഴിയില്ല, എന്റെ വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടില്ല, കള്ളന്മാരെന്റെ പുരക്ക് കയറില്ലെന്ന് തീർത്തു പറയാൻ പറ്റും ഇത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ. അബൂദർദാ റളിയല്ലാഹു അൻഹു ആ ധൈര്യത്തിലാണ് പറയുന്നത്, എന്റെ വീട് കരിഞ്ഞിട്ടില്ല, അത് അല്ലാഹു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. വല്ലാത്തൊരു അത്ഭുതം. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറയാൻ കാരണം ഏതാനും വാക്കുകളാണ്. എന്റെ റസൂൽ അത് പഠിപ്പിച്ചു, ഞാനത് ചൊല്ലിയിട്ടുണ്ട്. ഖബറിൽ പോയി കിടക്കുമ്പോ എന്റെ ഉമ്മാക്ക് ഖബറിൽ അദാബില്ലെന്ന് ഞാൻ ആശ്വസിക്കട്ടെ. ഖബറിന്റെ അദാബ് ബർസഖിന്റെ ലോകമാണ്, നമുക്കറിയില്ല അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന്. വലാ നുസക്കി അലല്ലാഹി അഹദാ. പക്ഷേ എന്നും തബാറക സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ഖബറിൽ അദാബ് ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു